5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കോളേജ് അധ്യാപകരുടെ ലിസ്റ്റുകൾ PSCയിൽ നിന്ന് വ്യാപകമായി നഷ്ടപ്പെടുക മീൻസ് ഇല്ലാതാവുക. ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് അത് ഇല്ലാതാവുകയാണ്. 2-3 പേരെ മാത്രം പോസ്റ്റ് ചെയ്തതിന് ശേഷം വ്യാപകമായ രീതിയിലാണ് ലിസ്റ്റുകൾ പോകുന്നത്. അങ്ങനെ സംഭവിക്കുന്ന 15 റാങ്ക് പട്ടികയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അതിൽ 1-2 പേരെയൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം നശിപ്പിച്ചിരിക്കുന്നത് 15ഓളം റാങ്ക് പട്ടികയാണ് ഇല്ലാതാവുന്നത്. പ്രതിവർഷം ഏകദേശം 400ഓളം അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ നിയമനം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നടക്കും. പക്ഷേ അത് ഇപ്പോൾ വളരെ വ്യാപകമായി ഇല്ലാതായിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 2020 ഏപ്രിൽ മാസത്തിൽ ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വന്നിരുന്നു. തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഉത്തരവ് വന്നിരുന്നു. 2020 ഏപ്രിലാണ്. അങ്ങനെ വന്നതിന് ശേഷം മെയ് 25 ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റേതായിട്ടും അധ്യാപക നിയമനം വെട്ടിക്കുറയ്ക്കണം, തസ്തികകൾ കുറയ്ക്കണം എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. അങ്ങനെ റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള PhDയും MPhilഉം അതുപോലെ നെറ്റും സെറ്റുമൊക്കെ ഉള്ള നിരവധി ആളുകളുടെ ജീവിതമാണ് വഴിയാധാരമാകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ തൊഴിലില്ല. PSCയും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ PSC ഒരു വർഷം ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന അവകാശവാദം പറയുമ്പോഴാണ് കോളേജ് അധ്യാപകരുടെ ഈ രീതിയിൽ സംഭവിക്കുന്നത്. എന്നിട്ട് അതിന് പകരം ചെയ്യുന്നൊരു ന്യായം എന്ന് പറയുന്നത് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വെക്കാം. ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വെക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി 50 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അത് 40 വയസ്സായിരുന്നത് 50 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. 40-45 വരുന്നത് 50 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അവർക്ക് 48 വയസ്സുണ്ട്. അതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അത് 50 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളും അതിൻ്റെ പിന്നാമ്പുറം പിടിച്ച് 50 വയസ്സിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുള്ളത്, ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുമ്പോൾ 50 വയസ്സ് വരെ അല്ലെങ്കിൽ 55 വയസ്സ് വരെ അല്ലെ 50 വയസ്സ് വരെ തന്നെ 50 വയസ്സ് വരെ കയറാമെന്നാണ് പറയുന്നത്. 50 വയസ്സിൽ കയറി 2-3 വർഷം പ്രവർത്തിച്ച് കഴിയുമ്പോൾ റിട്ടയർ ആവുന്ന കാലമാകും. അപ്പോൾ ചുരുക്കത്തിൽ PhDയും MPhilഉം ഇത്തരം ഉന്നത ബിരുദങ്ങൾ സെറ്റും നെറ്റുമൊക്കെ എടുക്കുന്ന ഉന്നത ബിരുദങ്ങൾ നേടുന്ന ആളുകൾ അടിമപ്പണി ചെയ്യുന്ന ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. എന്തുന്നത വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ പറയുന്നതിനും തള്ളുന്നതിനും മറിക്കുന്നതിനും ഒരു കുറവുമില്ല. പക്ഷേ നമ്മുടെ കലാലയങ്ങളിൽ വിദ്യാഭ്യാസം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 65,000ഓളം സീറ്റുകളാണ് കാലിക്കട്ട് സർവകലാശാലയിൽ ഇല്ലാതായിരിക്കുന്നത്. കുട്ടികൾ പഠിക്കാൻ കയറുന്നില്ല. 65,000 കുട്ടികളാണ് പഠിക്കാൻ കയറാത്തത്. 2.5 ലക്ഷം സീറ്റുകളാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ ഞെരുക്കുന്നു, മറ്റ് കോളേജുകളെ ഞെരുക്കുന്നു, ഇത്തരത്തിലുള്ള എയ്ഡഡ് കോളേജുകളെ ഞെരുക്കുന്നു, അൺഎയ്ഡഡ് കോളേജുകളെ ഞെരുക്കുന്നു. ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ PSC അഡ്മിഷൻ നടത്തുന്നില്ല, PSCയിൽ അധ്യാപകരെ പോസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഒന്നാമതാണെന്ന് തള്ളിമറിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗം കല്ലിലടിച്ച പൂക്കുല പോലെ വല്ലാത്ത രൂപത്തിലാണ് ഇരിക്കുന്നത്. മന്ത്രിയോട് ചോദിച്ചാൽ അവർ ചക്കെന്ന് ചോദിച്ചാൽ കൊക്കെന്ന് ഉത്തരം പറയും. കടലിൻ്റെ കാര്യം ചോദിച്ചാൽ കടലാടിയുടെ ഉത്തരം പറയും. അവരോട് വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ അവർ ഗംഗാനദിയിലെ കാര്യം പറയും. യാതൊരു സെൻസിബിലിറ്റിയും ഇല്ലാതെയാണ് മന്ത്രി മറുപടി പറയുന്നത്. അവർ ഇതിന് യാതൊരുവിധ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് യാതൊരുവിധ കോൺട്രിബ്യൂഷനും നൽകാതെ ഗവർണറുമായി എന്നും തല്ലുണ്ടാക്കി, ബഹളങ്ങളുണ്ടാക്കി. അത് ഗവർണർ ഭാഗത്തും ശരി തെറ്റുകളുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. എന്തായാലും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി. യൂണിവേഴ്സിറ്റികളിൽ VC-മാരില്ല. ഇപ്പോൾ വച്ചിരിക്കുന്ന 2-3 യൂണിവേഴ്സിറ്റി VC-മാരെല്ലാം താൽക്കാലികമാണ്, താൽക്കാലിക VC-മാരാണ്. അവരെയൊന്നും സ്ഥിരമായി VC-മാരാക്കിയിട്ടില്ല. മറ്റ് പല 8-9ഓളം സർവകലാശാലകളിൽ VC-മാരില്ല. അങ്ങനെ വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ടർ എംപ്ലോയ്മെൻറ്റ് വലിയൊരു വിഷയമാണ്. അതിനിടയിലാണ് വളരെയധികം വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഉന്നതമായി ജോലിക്കുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നേടിയിട്ടുള്ള ഒരുപാട് അധ്യാപകർ PSCയിലെ 15ഓളം റാങ്ക് ലിസ്റ്റാണ് വെട്ടിത്തള്ളപ്പെട്ടത്. ആരാണിത് സമരം ചെയ്യുക? CPMമാർ സമരം ചെയ്തിട്ടൊന്നും നടന്നില്ല. അംഗൻവാടികൾ സമരം ചെയ്തിട്ടൊന്നും നടന്നില്ല. ആശാ വർക്കേഴ്സ് 130 ദിവസത്തോളമായി സമരം ചെയ്യുന്നു. ഒരനക്കവും ഗവൺമെൻറ് ഉണ്ടാകുന്നില്ല. സമരം പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കേരളം മാറിപ്പോയോ? തീർച്ചയായിട്ടും PSCയുടെ ഇടപെടൽ. എന്തിനാണ് PSC ഇങ്ങനെ നോക്കുകുത്തിയായിരിക്കുന്നത്? ഒരു ലിസ്റ്റിൽ 2-3 പേരെ മാത്രം പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്? ആളുകളുടെ കയ്യിലെ പണം കൊടുത്ത് സമയവും അധ്വാനവും ഊർജ്ജവും അതിലുപരിയായി വലിയ മോഹം കൊടുത്തുകൊണ്ട് ഇന്ന് ജോലി കിട്ടും, നാളെ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് PSCയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുന്ന നമ്മുടെ കുട്ടികൾ പുറത്തു പോയാൽ അത്ഭുതപ്പെടാനുണ്ടോ? എന്തു കേരളമാണിത്? ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്തൊരു വലിയൊരു സാമൂഹ്യ പശ്ചാത്തലം ഇവിടെയുണ്ട്. സാംസ്കാരിക നായകർ പക്ഷം പിടിച്ച് ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സാമൂഹ്യ സംഘടനകൾ അവർ വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കോളേജ് അധ്യാപകരെ റാങ്ക് ലിസ്റ്റുകൾ ഒന്നൊന്നായി
നശിപ്പിക്കപ്പെടുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, തസ്തികകൾ കുറഞ്ഞു വരുമ്പോൾ, കരാർ നിയമനങ്ങൾ കൂടി വരുമ്പോൾ ഇതൊരു മറ്റൊരു കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? ആരോട് എപ്പോൾ ചോദിക്കാൻ, ആരോട് പറയാൻ, പരിതപിക്കാൻ പോലും കഴിയാത്ത ഒരു ജനതയായി നമ്മൾ അധപ്പതിച്ചില്ലേ?